ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ ഫില്ല് ചെയ്തിട്ടുള്ള ബണ്ണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന സാൻഡ്വിച്ച്, നീളത്തിലുള്ള സാൻഡ്വിച്ച് അല്ലേ കിട്ടുക. അപ്പോൾ അതുപോലെയുള്ള ചിക്കൻ ഫില്ല് ചെയ്തിട്ടുള്ള നീളത്തിലുള്ള ബണ്ണാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബണ്ണിന് വേണ്ട ഡോ തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈസ്റ്റിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, അതായത് ചെറിയ തരിയുള്ള ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റ് നമുക്ക് നേരിട്ട് തന്നെ പൊടിയിലേക്ക് ചേർത്ത് കൊടുത്താലും നന്നായിട്ട് കുഴച്ചെടുത്താൽ ആക്റ്റീവായിട്ട് കിട്ടും. ഇനി നിങ്ങൾ വലിയ തരിയുള്ള ഈസ്റ്റാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് 2 ടേബിൾ സ്പൂൺ ഇതുപോലെ തന്നെ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഈസ്റ്റ് ഒന്ന് നന്നായിട്ട് പൊങ്ങി വരും, ആക്റ്റീവായിട്ട് കിട്ടും. അതിനുശേഷം വേണം നമുക്ക് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ബണ്ണിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര നേരത്തെ ഈസ്റ്റിൽ മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് അതിൽ പഞ്ചസാര മിക്സ് ചെയ്തെടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ട് ആദ്യം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ചെറിയ ചൂടുള്ള പാല് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നാലേ ഉള്ളൂ നമ്മുടെ ഡോ നന്നായിട്ടൊന്ന് പൊങ്ങി വരിക. ഇപ്പോൾ നമ്മളിവിടെ മാവ് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊങ്ങാനായിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് നന്നായിട്ട് പൊങ്ങി വരും. ഇപ്പോൾ തണുപ്പുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് ചിലപ്പോൾ 2 മണിക്കൂർ വരെയൊക്കെ എടുക്കും കേട്ടോ മാവ് ഒന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഏതെങ്കിലും ചൂടുള്ള സ്ഥലത്ത് വെക്കാം കേട്ടോ. ഒന്നെങ്കിൽ അടുപ്പിൻ്റെ സൈഡിലൊക്കെ വെക്കുക, അല്ലെങ്കിൽ ഓവൻ ഒന്ന് ചൂടാക്കിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചാലും മതി. എന്നാലും പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിയില അരിഞ്ഞതും അല്പം കറിവേപ്പില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊരിച്ച ചിക്കൻ ഞാൻ ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊരിച്ച ചിക്കൻ തന്നെ വേണമെന്നില്ല കേട്ടോ. ഉപ്പ് മഞ്ഞളും ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഇതുപോലെ ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി. എൻ്റെ അടുത്തിപ്പോൾ പൊരിച്ച ചിക്കൻ ഉണ്ടായതുകൊണ്ട് ഞാനത് എടുത്തതാണ്. ഇപ്പോൾ ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബണ്ണ് തയ്യാറാക്കാൻ വേണ്ട മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 2 മണിക്കൂറായിട്ടോ ഞാൻ കുഴച്ച് വെച്ചിട്ട്. നമ്മുടെ തണുപ്പുള്ള ഒരു കാലാവസ്ഥയിൽ സാവധാനം മാവ് പൊങ്ങി വരുള്ളൂ. ഇനി അല്പം പൊടി തൂവി കൊടുത്തിട്ട് നമുക്ക് ഈ മാവ് എടുത്തിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ഓരോ ഉരുളകളാക്കി എടുക്കാം.
ഇനി നമുക്ക് ഓരോ ഉരുളയും എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ പരത്തിയെടുക്കാം. ഇതുപോലെ നീളത്തിൽ പരത്തിയെടുക്കാം. ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കണ്ട കേട്ടോ. ഒരു 1/4 ഇഞ്ച് കനത്തിൽ പരത്തിയെടുത്താൽ മതി. ഇനി നമുക്ക് മറ്റൊരു ഉരുളയും കൂടെ എടുത്തിട്ട് ഇതുപോലെ തന്നെ അങ്ങ് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2 പീസ് നീളത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്ക് നമുക്ക് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. പിന്നെ മാവ് ഇതുപോലെ തന്നെ വലുതാക്കി പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുത്ത് മുകളിലോട്ട് മുടി മടഞ്ഞിട്ട് വരുന്ന ആ ഒരു ഡിസൈനിലുള്ള ബണ്ണിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് രണ്ടാമത് പരത്തിയെടുത്തിട്ടുള്ള പീസ് ഇതുപോലെ ഫില്ലിങ്ങിൻ്റെ മുകളിൽ വെച്ചെടുത്ത് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ 2 സൈഡും കൂടെ അടിയിലേക്ക് മടക്കി കൊടുത്ത ശേഷം നീളത്തിൽ നല്ലൊരു ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ 8 ഉരുളകൾ കൊണ്ട് ഞാൻ ഇതുപോലെയുള്ള 4 ബണ്ണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഉരുള ബാക്കിയുള്ളത് ഞാൻ റൗണ്ട് ഷേപ്പിലാണ് ആക്കി എടുത്തിട്ടുള്ളത്. അതിലും ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബണ്ണിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ പാലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് നമുക്ക് ബണ്ണിൻ്റെ ആ ഒരു കറക്റ്റ് കളറൊക്കെ കിട്ടുള്ളൂ. ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാലാക്കി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് അല്പം വെള്ള കളറിലുള്ള എള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓവനില്ലാതെയും നമുക്ക് ബെന്ന് നന്നായിട്ട് തന്നെ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ബെന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കൺവെൻഷൻ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ് മതി നമുക്ക് ഈ ബെന്ന് ബേക്കായി കിട്ടാൻ. അപ്പോൾ നമ്മൾ 200 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് ആയിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതാ ബെന്ന് ഇവിടെ കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓവനില്ലാതെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ മുകൾ ഭാഗത്ത് ബ്രൗൺ കളർ ഇത്ര ആയി കിട്ടില്ല എന്നുള്ളൂ. അല്ലാതെ ടെക്സ്ചറിനൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള ബണ്ണ് തന്നെയാണ് നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താലും കിട്ടുക. ഓവനിലാവുമ്പോൾ മുകൾ ഭാഗത്ത് നിന്ന് ചൂട് വരുന്നത് കൊണ്ടാണ് ഈ ഒരു കളറിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ബണ്ണൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്